വീട്ടിൽ സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുതിയ തരം ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് കബാലിയത്ത് എന്നാണ്. പേര് പോലെ തന്നെ സാധനം കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. ബിരിയാണിനെ പോലെ എന്നല്ല, കുറച്ചൊരു വെറൈറ്റി സാധനമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടില്ല കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ 1 കിലോ വെച്ച് ചെയ്യുകയാണെങ്കിൽ പറയുന്ന അളവൊക്കെ ഡബിളാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ഒരു 2 സ്പൂണൊക്കെ. എന്നിട്ട് നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സവാള വേണം കേട്ടോ. അത് ഞാൻ അത്യാവശ്യം വലുപ്പമുണ്ട 2 സവാള അതുപോലെ കട്ട് ചെയ്തെടുത്താണ്. അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ തക്കാളി ഒന്നും ഇടൂല കേട്ടോ, അതുകൊണ്ട് സവാള തന്നെയാണ് മെയിനായിട്ട് വേണ്ടത്. ഇനി അതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ നമ്മൾ ചിക്കനിലേക്കും കൂടെ ഇടണം. പക്ഷേ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇടുന്നില്ലേ, അപ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിടുക കേട്ടോ. ചിക്കൻ ഇതിലിട്ടിട്ടാണ് ഉണ്ടാക്കുക, അപ്പോൾ ചിക്കനിലേക്കും ഉപ്പ് വേണം. ഇനി ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ഇടണം. പച്ചമുളക് നമ്മൾ ചതക്കൊന്നും വേണ്ട. ഒരു 2 പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നടുവിൽ വരെ ഒരു പകുതി ഭാഗം ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ബിരിയാണിനെ പോലെ ചതക്കൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതും കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളി നന്നായിട്ട് വാടി വരണം കേട്ടോ. കുറച്ചൊന്ന് വഴണ്ടി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. നല്ല പോലെ തന്നെ ഈ ഉള്ളി വാടി വരണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഉള്ളി നല്ലോണം വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് ടേബിൾ സ്പൂണാണേ, മാറിപ്പോകരുത് കേട്ടോ. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കബ്സ മസാല, നമ്മൾ കബ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന മസാല. ഇനി നമുക്ക് ഒരു മാഗി ക്യൂബ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറണം. അതേപോലെ ഈ മാഗി ക്യൂബ് അതിൽ നല്ലോണം ഒന്ന് മെൽറ്റായിട്ട് ചേരാൻ വേണം. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1/2 കിലോ ചിക്കനാണ്. 1/2 കിലോ എന്ന് പറഞ്ഞാൽ ഏകദേശം 1/2 കിലോ 450 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചിക്കനെ ഇട്ട് കൊടുക്കാം. എന്താ, ചിക്കനെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് ചെറിയ പീസാക്കിയിട്ടില്ല, ഞാൻ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടെ ചെറിയ പീസാക്കണം എന്നുള്ളവർക്ക് ചെറിയ പീസാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തായതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പീസാക്കിയിട്ടേ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചിക്കനെയും മസാലയിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം, അത്രയും മതി, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഈ ചിക്കൻ ഒന്ന് വേവാൻ ആവശ്യമായ വെള്ളം മാത്രം അത്ര ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ചിക്കനെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ തീ അതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ചിക്കൻ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്താണ്. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇത് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ വെള്ളം കുറവാണൊക്കെ തോന്നി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഇപ്പോൾ ഇതിലുള്ള ചിക്കൻ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി. ഈ ഡിഷിന് മെയിനായിട്ട് കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റാണ്. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മുമ്പോട്ട് നിൽക്കണം, എന്നാലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. കുരുമുളക് പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കം ക്യാരറ്റുമാണ്. അപ്പോൾ ഒരു 1/2 ഭാഗം ക്യാപ്സിക്കം, ഒരു 1/2 ഭാഗം ക്യാരറ്റും ഇതുപോലെ കട്ട് ചെയ്തിട്ട്, ക്യാരറ്റ് റൗണ്ടിലും ക്യാപ്സിക്കം ഒരു നീളത്തിലും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാരറ്റും ക്യാപ്സിക്കം ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നു, പക്ഷെ അപ്പോഴേക്കും ക്യാമറ ഓഫായി പോയി. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ക്യാരറ്റ് റൗണ്ടിലും ക്യാപ്സിക്കം നീളത്തിലും അരിഞ്ഞിട്ട് വേണം ഇടാനും. ഇനി ഇതെല്ലാം ഇട്ട ശേഷം നമ്മളൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ് മതിയാകും. എന്നാൽ ഈ ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ ഏകദേശം ഒന്ന് കുക്ക് ആവുകയും ചെയ്യും. വല്ലാണ്ട് അതിൻ്റെ ക്രഞ്ചിനെസ് അങ്ങ് പോവുകയില്ല. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആ കുരുമുളക് പൊടിയുടെ ടേസ്റ്റൊക്കെ ഏകദേശം ചിക്കനിലൊന്ന് പിടിച്ചിട്ടും ഉണ്ടാകും. എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എരിവൊക്കെ പാകമല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഈ ടൈമിൽ എല്ലാം പാകമാണോ എന്നൊന്ന് നോക്കുക.
ഇനി നമുക്ക് ഈ മസാലയിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതിട്ട് കൊടുക്കുക. ഞാൻ രണ്ടും കൂടെ ഒരു പിടിയേ എടുത്തിട്ടുള്ളൂ. മല്ലിയിലയും പുതിനയിലയും കൂടെ ഒരു പിടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങാനീരും കൂടെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. ആ ഒരു ഒരു പുളിയുടെ ടേസ്റ്റും കൂടെ ഉണ്ടാവാൻ. അല്ലെങ്കിൽ ഈ കുരുമുളകിൻ്റെ എരിവ് മാത്രമായി പോകും. അപ്പോൾ അത് മാത്രമല്ലാതെ ചെറിയൊരു പുളിയും കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങാനീര്. നമ്മൾ തൈരൊന്നും ഉപയോഗിക്കരുത് കേട്ടോ, നാരങ്ങാനീരിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. നാരങ്ങാനീര് പിഴിഞ്ഞ് കൊടുക്കുക. പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യോടെ ചേർക്കുമ്പോഴല്ലേ നമുക്ക് ആ ഒരു റൈസിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നെയ്യ് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. 1 കിലോ ചിക്കനിലേക്ക് ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസാണിത്. ഇതിന് ഞാൻ അരമണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് എടുത്തതാണ്. എന്നിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്താണ്. അപ്പോൾ ഈ 2 കപ്പ് അരി വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം റൈസ് കുക്ക് ചെയ്യേണ്ട പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് മതി, അത് ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഏലക്കായും ഒരു 2 ഏലക്ക, ഒരു കറാമ്പട്ടയുടെ പീസ്, അതേപോലെ 2 ക്ലവ്, ഇത്രയും മതി. കൂടുതൽ സ്പൈസസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് റോസ്റ്റ് ആവൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം. ഞാനിപ്പോൾ ഇത് വെള്ളം ചൂടാക്കിയതാണ് കെറ്റിലിൽ ഒഴിച്ചിട്ട്. ഇനിയിപ്പോൾ ചൂടാക്കിയ വെള്ളം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു അരഭാഗം മാഗി ക്യൂബ്, അരഭാഗം മതിയാവും കേട്ടോ, അരഭാഗം മാഗി ക്യൂബ് ഒന്ന് ഇതുപോലെ പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കപ്സ മസാല, നമ്മൾ നേരത്തെ മസാലയിൽ ചേർത്തിരുന്നു, അതേപോലെ റൈസിലും കുറച്ച് വേണം കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ കപ്സ മസാല, പിന്നെ ഒരു സ്പൂൺ നെയ്യ് കുറച്ചൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മളിട്ട് മാഗി ക്യൂബിലും ഉപ്പുണ്ട്, അത് ഓർത്തിട്ട് വേണം ഉപ്പിടാനും. അതേപോലെ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണം, അതിന് ആവശ്യമുണ്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നാരങ്ങാനീരും ഒഴിച്ചു കൊടുക്കുക. ആ റൈസ് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അതേപോലെ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് മതി, നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് അരി ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മളിതിനെ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളച്ച ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ നെയ്ച്ചോറിനൊക്കെ ചെയ്യില്ലേ, വെള്ളം വറ്റിച്ചെടുക്കില്ല, അതേപോലെ തന്നെ. അപ്പോൾ എന്നാലും ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഏകദേശം ഇങ്ങനെ വറ്റി തുടങ്ങുന്ന ഒരു സമയമല്ലേ, അത്രയും ടൈം ആകുമ്പോൾ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഏകദേശം വറ്റി തുടങ്ങുന്നുണ്ട്. ഫുള്ള് വറ്റിയല്ല, വെള്ളം ഉണ്ട്, എന്നാലും ആ മുകളിൽ നിന്നിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ നേരത്തെ റെഡിയാക്കിയ മസാലയില്ലേ, അതിൽ നിന്ന് കുറച്ച് 1 സ്പൂണിൽ മസാല എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ ചോറിന് ചെറിയൊരു മഞ്ഞ കളർ കിട്ടും. നമുക്ക് വലിയ വൈറ്റ് കളർ റൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രയും മസാല എടുക്കണ്ട. ഞാനിപ്പോൾ ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തത്. അപ്പോൾ ചെറിയൊരു മഞ്ഞ കളറും കിട്ടും, പിന്നെ ആ മസാലയുടെ ചെറിയൊരു ഫ്ലേവറും ഇതിൽ വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നല്ല വൈറ്റ് കളർ റൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത്ര വേണ്ട, ഒരു 1/2 സ്പൂണൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഇനിയും കുക്കാവാണ്ട് റൈസ് ഇപ്പോൾ ഒരു പകുതി 3/4 ഭാഗമേ കുക്കായിട്ടുള്ളൂ. ബാക്കിയും കൂടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ റൈസൊക്കെ കുക്കായിട്ടുണ്ട്, നല്ല പാകത്തിന് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്, അരി ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യൊന്നുമില്ല കേട്ടോ, നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ ദം ചെയ്യൊന്നുമില്ല, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക. എന്നിട്ട് വിളമ്പുമ്പോൾ നമ്മൾ ഒരുമിച്ച് വിളമ്പിയാൽ മതി, അതും മിക്സ് ചെയ്തിട്ടല്ല വിളമ്പുക, സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വിളമ്പുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ഭാഗത്തേക്ക് മാറ്റിയേക്കാം. എന്നിട്ട് നമുക്ക് നല്ല ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം.
ഈ കബാലിയത്ത് റൈസ് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ വൈറ്റ് റൈസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം റെഡിയാക്കിയ മസാല ഇല്ലേ, ആ മസാല വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വിളമ്പം. ഇനി ഇതല്ലെങ്കിൽ നമ്മൾ ബിരിയാണിക്ക് ഇങ്ങനെ കുത്തിയിട്ടെടുക്കില്ലേ, ഒരു പാത്രത്തിൽ ഫില്ലാക്കിയിട്ട്, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആദ്യം മസാല ഇടുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടിട്ട് നമ്മളിങ്ങനെ കുത്തി കൊടുത്താലും മതി. അപ്പോൾ കാണാൻ ഒന്നുകൂടെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കബാലിയത്ത്. നല്ല ടേസ്റ്റുണ്ട് റൈസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഫീൽ ചെയ്യും കേട്ടോ. ബിരിയാണീൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, ബിരിയാണി വെച്ച് കമ്പയർ ചെയ്യരുത്. ബിരിയാണീനെ പോലെയല്ല, വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.